ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കരിഞ്ജീരകം വെച്ചിട്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ്. ഈ ഒരു കരിഞ്ജീരകം നമുക്ക് ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ പതിവായി തന്നെ ഭക്ഷണത്തിൽ ഉപയോഗിച്ചാൽ നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ പൊതുവായ ആരോഗ്യത്തിന് പിന്തുണയ്ക്കാൻ ഇത് നമുക്ക് സഹായിച്ചേക്കൂട്ടാം. അതുപോലെ തന്നെ ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വയറ് ലഘൂകരിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിതിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കരിഞ്ജീരകം. ഇതിൽ നമ്മൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു നമുക്ക് വല്ല നെഞ്ചരിച്ചലോ അതായത് ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ നമുക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടൊന്നും വേണ്ട. അത് ഇതുപോലെ ഒരു പിഞ്ച് അളവിൽ നമ്മൾ വായിലിട്ടിട്ട് നമ്മളൊന്ന് ചവച്ചരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് വന്ന് വീർത്തമാതിരിയുള്ള ഫീലൊക്കെ നമുക്ക് ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം വരുമ്പോൾ വരാറുണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാറ്റാനൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് പൊടിച്ചിട്ട് ആ പൊടിയിലേക്ക് ഒരല്പം തേനും കൂടെ ചേർത്തിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ്. ഈ ഒരു കാര്യത്തിന് മാത്രമല്ല കേട്ടോ, നമുക്ക് കഫക്കെട്ടിനൊക്കെ ഇത് വളരെ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒരു ഗ്ലാസ്സോളം വെള്ളം, ഒരു ഗ്ലാസ്സിലും അതായത് 1.5 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതുപോലെ ഒരു 3 പിഞ്ച് അളവിൽ ഇതുപോലെ കരിഞ്ജീരകം ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഈ ഒരു വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ചൊന്ന് തിളയ്ക്കുമ്പോഴേക്കും തന്നെ ഈ ഒരു വെള്ളത്തിന് ചെറിയൊരു കളർ ചേഞ്ച് വരും. നമ്മൾ ഈ ഒരു കരിഞ്ജീരകം കഴുകിയിട്ട് വേണം കേട്ടോ നമ്മളിതിലേക്ക് ഇടാൻ, ഈ ഒരു വെള്ളത്തിലേക്ക് ഇടാൻ. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതല്ലേ, അപ്പോൾ എപ്പോഴും കഴുകിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഈ ഒരു ഇളം ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദഹനത്തിന് പിന്തുണ നൽകാനും അതുപോലെ വയറ് ലഘുത്വം തോന്നാനും സഹായിക്കും. അല്ലെങ്കിൽ വയറ് ചീർത്ത പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് അല്ലാത്ത ഫുഡ് എന്തെങ്കിലും കഴിച്ച് ദഹനക്കേട് ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഈ ഒരു വെള്ളം വളരെ നല്ലതാണ്. ഈ വെള്ളം മാത്രമല്ല, ഞാൻ അതിലേക്ക് കരിഞ്ജീരകവും ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ലാസ്റ്റ് കാണുന്ന ഈ ഒരു കരിഞ്ജീരകം നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ കഫമൊക്കെ നെഞ്ചിൽ നിൽക്കുന്നതൊക്കെ നമുക്ക് അത് അലിയിച്ച് കളയാനൊക്കെ അത് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ ഞാനിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കുറച്ച് കരിഞ്ജീരകം ഓൾറെഡി നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ആ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ കുറച്ച് കരിഞ്ജീരകം 1 സ്പൂണോ ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് ചൂടാക്കി അത് കരിയിച്ചെടുക്കുക കേട്ടോ. ശരിക്കും അതിങ്ങനെ ചട്ടി നന്നായി പുകഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിനൊന്ന് പൊടിച്ചെടുക്കുക. അത്യാവശ്യം കരിഞ്ഞ ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാൻ. എന്നിട്ട് നമ്മൾ അതിനെ പൊടിച്ചതുപോലെ ഒരു പാത്രത്തിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് മുടിയൊക്കെ നരച്ച് തുടങ്ങുന്നവർക്ക് ചിലപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ ഈ ഒരു നെറ്റിയുടെ ഭാഗത്തൊക്കെ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ നരച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് എണ്ണയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അവിടെ നമുക്ക് ആ ഒരു നരച്ച മുടി നമുക്കൊരു കറുപ്പായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഒരുപാട് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ഇതുപോലെ ഇങ്ങനെ ഒരു ഡോട്ടാക്കിയിട്ട് നമ്മൾ കയ്യിലൊന്ന് എണ്ണ നനച്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒന്നാക്കി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്നോളും. പിന്നെ നമ്മുടെ കൈ തട്ടുമ്പോഴൊന്നും നമ്മുടെ കയ്യിലേക്ക് ആ ഒരു കരി ആവില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഡൈയും അല്ലെങ്കിൽ ഹെന്നയൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതിവിടെ കുറച്ച് ചുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ചുക്ക് ഞാൻ ഇതുപോലെ ഒരു ഇടികല്ലിലിട്ടിട്ട് ഒന്ന് കുത്തി അതിനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് മിക്സിയിലിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങുന്ന ചുക്ക് ഡയറക്റ്റായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാറ് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടികല്ലിലിട്ടിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ച് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു അടിക്കട്ടിയുള്ളൊരു പാന് നമ്മൾ വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു 5-6 തണ്ട് തളിര് ആടലോടകത്തിൻ്റെ ഇലയുണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലൊന്ന് അടുപ്പത്ത് ഈ ഒരു ചട്ടിയിൽ ചൂടായി വരുന്ന ഈ ഒരു പാനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും നല്ലോണം കഴുകണം കേട്ടോ. ആടലോടകത്തിൻ്റെ ഇല കഴുകിയതിന് ശേഷം നന്നായി കഴുകി കുടഞ്ഞ് നമ്മളിത് ഇതുപോലൊന്ന് വെച്ച് ഇതിനൊന്ന് അപ്പുറത്തും ഇപ്പുറത്തും തിരിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും കേക്ക് റെസിപ്പീസും
ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഇലനെ നമ്മൾ ഇങ്ങനെ കുറച്ച് സമയം തിരിച്ച് മറിച്ച് ഇടുമ്പോഴേക്കും തന്നെ ആ ഒരു ഇല നല്ല ചൂടായി വരും. നമ്മൾ ഫ്ലെയിം എപ്പോഴും ഹൈയിൽ വെക്കാതെ ലോയിൽ വെക്കാനായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നാമത് എടുക്കുമ്പോൾ തന്നെ നല്ല അടികട്ടിയുള്ള ഒരു പാൻ തന്നെ എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കുത്തി ചതച്ച് വെച്ചിരിക്കുന്ന ആ ചുക്കുണ്ടല്ലോ, ചുക്കും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ചുക്കൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ ചൂടാക്കുന്നത് കൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് ഈ ഒരു പൊടി ഉണ്ടാക്കുന്നത് കേട് വരാതെയും പൂപ്പൽ വരാതെയും നമുക്ക് സൂക്ഷിക്കാനായിട്ട്, ഒരുപാട് നാൾ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ അതിട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഈ ഒരു കരിഞ്ജീരകം ഉണ്ടല്ലോ, ഈ കരിഞ്ജീരകം ശരിക്കും നമ്മൾ ഒരു സ്പൂൺ അളവ് പറയുകയാണെങ്കിൽ ഈ ഒരു സ്പൂണിൽ ഒരു 3-3.5 സ്പൂണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനെയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കരിഞ്ജീരകമൊക്കെ പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടും. നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത് അടി കട്ടിയുള്ള പാത്രം ആയത് കാരണം അത് അതിലിരുന്ന് തന്നെ നന്നായി ഒന്ന് ചൂട്, ശരിക്കും ഇതെല്ലാം ഒന്ന് ചൂട് പിടിക്കും കേട്ടോ. പിന്നെ നമ്മളത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളതൊന്ന് പൊടിക്കുക. ഇപ്പോൾ ഇത് ആടലോടകത്തിൻ്റെ ഇലയൊക്കെ നമ്മൾ നോക്കിക്കോട്ടോ, ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ ഇതാണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കിത് അങ്ങനെ പൊടിഞ്ഞ് കിട്ടും. ഈ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ ആക്കിയെടുക്കാനായിട്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ തുളസിയുടെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ പനിക്കൂർക്കയുടെ ഇലയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് ആടലോടകം വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പനങ്കൽക്കണ്ട് ഉണ്ടല്ലോ. പനങ്കൽക്കണ്ട് ഇതുപോലെ ഒരു പിടി അളവിൽ നല്ലോണം പനങ്കൽക്കണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പനങ്കൽക്കണ്ട് നമ്മൾ വെറുതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കഫസംബന്ധമായി ഇപ്പോൾ ജലദോഷം, കഫക്കെട്ട്, ചുമയൊക്കെ ഉള്ള സമയത്ത് പനങ്കൽക്കണ്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചുമയ്ക്ക് ഒരു ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനും കുറച്ചൊരു പിടി അളവിൽ ഇട്ട് കൊടുത്ത് അത് നന്നായി ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ പൊടിച്ച് വയ്ക്കുക. നമ്മളിത് നമുക്ക് ചുമ വന്ന് കഫം പോവാതെ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടുന്ന ആ ഒരു ടൈമിൽ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ നമുക്ക് ചുമ മാറാനും കഫക്കെട്ട് മാറാനും, പിന്നെ നമ്മൾ ചുക്ക് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ചുക്കും അതുപോലെ തന്നെ കരിഞ്ജീരകവും ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ദഹന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വരെ അത് നമുക്ക് നല്ലതാണ്. നമ്മൾ ചുമയ്ക്ക് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ഗുണവും കൂടി നമുക്ക് കിട്ടും. ഇത് വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് കരിഞ്ജീരകത്തിൻ്റെ പൊടിയും അതിൻ്റെ കൂടെ ചുക്കിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളിങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പനി വരുന്ന സമയത്ത് വരെ നമുക്ക് ഇത് കഴിക്കാവുന്ന നല്ല രീതിയിൽ തന്നെ നമുക്ക് റിലീഫ് കിട്ടാനായിട്ട് ഹെൽപ്പാക്കും. ഇപ്പോൾ പനിയോ ജലദോഷമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചുമ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനൊരു മാറ്റം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന ടൈമാണെങ്കിൽ പുറത്ത് വെക്കാം, അല്ലാത്ത ടൈമിൽ നമുക്കത് ഫ്രിഡ്ജിനകത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ കരിഞ്ജീരകം വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ നമുക്ക് എണ്ണ കാച്ചാനും തലയിൽ അപ്ലൈ ചെയ്യാനുള്ള എണ്ണ കാച്ചാനൊക്കെ നമുക്കിത് വളരെ നല്ലതാണ്. അത് എന്താണെന്നുള്ളത് ഇനിയൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.